കാണികൾക്ക് ആവേശം പകരുന്ന നൃത്ത ചുവടുകളിലൂടെ നാടോടിക്കഥകളുടെ കഥകൾ പറഞ്ഞു നൽകുന്ന ഒരു കലാരൂപമാണ് ഇപ്പോൾ വേദി ഒന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൺകുട്ടികളുടെ നാടോടി നൃത്തമാണ്. ആ ഒരു വേളയിൽ നമുക്കൊരു നാടോടിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നാടോടി നൃത്തത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. മോനെ പേരെന്താണ്? എൻ്റെ പേര് യദുകൃഷ്ണ. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാനിപ്പോൾ +2 എൻ്റെ ലാസ്റ്റ് ഇയർ കലോത്സവം. എവിടുന്നാണ് വരുന്നത്? ഞാൻ കണ്ണൂർ GHSS മണത്തണ സ്കൂള്. എങ്ങനെ ഉണ്ടായിരുന്നു വേദിയിൽ കയറി നാടോടി നൃത്തമൊക്കെ അവതരിപ്പിച്ചപ്പോൾ? എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷം തോന്നി. അപ്പോൾ ലാസ്റ്റ് ഇയർ ആയതിൻ്റെ ഒരു ടെൻഷനും പിന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണോ സംസ്ഥാന കലോത്സവ വേദിയിൽ എത്തുന്നത്? അല്ല, ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ആദ്യം തന്നെ സ്റ്റേറ്റിലെത്താൻ പറ്റി. അപ്പോൾ സ്റ്റേറ്റിൽ നാടോടി നൃത്തത്തിന് A ഗ്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇത്തവണ ഭരതനാട്യം ഉണ്ട്. ഭരതനാട്യം കഴിഞ്ഞു. ഇതിപ്പോൾ ഫോക്ക്. ഭരതനാട്യത്തിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞോ? എന്തുണ്ടായിരുന്നു A ഗ്രേഡ്? ഭരതനാട്യത്തിന് A ഗ്രേഡ് ഉണ്ട്. ഭരതനാട്യത്തിന് ഞാൻ ജില്ലയിൽ നിന്ന് അപ്പീൽ എടുത്താണ് വരുന്നത് സെക്കൻഡായിട്ട്. അപ്പോൾ ജില്ലയിൽ ഫസ്റ്റ് വന്ന കുട്ടിക്ക് B ഗ്രേഡേ ഉള്ളൂ, എനിക്ക് A ഗ്രേഡ് ഉണ്ട്. അങ്ങനെ അപ്പോൾ ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടി വന്ന കുട്ടിക്ക് B ഗ്രേഡും അതുപോലെ തന്നെ അപ്പീൽ മേടിച്ച് വന്ന ആൾക്ക് ഫസ്റ്റും കിട്ടി നിൽക്കുന്ന ഒരു പുലിക്കുട്ടിയാണിത്. ഇപ്പോൾ നാടോടി നൃത്തത്തിൽ ആദ്യമായിട്ടാണ്, കഴിഞ്ഞ വർഷമാണ് സംസ്ഥാന കലോത്സവമല്ല, കലോത്സവത്തിൽ തന്നെ നാടോടി നൃത്തം എന്ന് പറയുന്ന ഒരു ഐറ്റത്തിന് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അവിടെ തന്നെ ആദ്യമായിട്ട് സംസ്ഥാനത്ത് കയറാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ചെറിയ കാര്യമൊന്നുമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. ആ ഒരു വേളയിൽ ഈ ഒരു സംസ്ഥാന കലോത്സവ വേദിയിലെത്തി. ഇത് അവസാനത്തെ കലോത്സവമാണ്, സ്കൂൾ ലൈഫിൽ അവസാനത്തെ കലോത്സവമാണ്, ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം വരെ എത്തിയിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ കൊല്ലം അടിപൊളിയാണ്. കൊല്ലംകാരെ പറ്റി നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. ആ ലൈസിന് അടിപിടി മുഴുവൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതുപോലൊന്നും അല്ല, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും. കൊല്ലം കണ്ടിട്ടില്ല വേണ്ട എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. ഇവിടുത്തെ ഫുഡും വെള്ളമൊന്നും പിടിക്കുന്നില്ല. നമുക്ക് അവിടുന്ന് നമ്മളങ്ങനെ പുറത്തൊന്നും ചെന്ന് നിൽക്കാത്ത ആൾക്കാരായതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ നല്ലത്. ഇപ്പോൾ രണ്ടാമത്തെ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മകൻ നിൽക്കുകയാണ്. ഏതൊരു മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞാലും സ്വന്തം മകൻ ഇങ്ങനൊരു വേദിയിൽ എത്തുക എന്ന് പറഞ്ഞ ഒരു അഭിമാന നിമിഷമാണ്. ആ ഒരു നിമിഷത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഈ വർഷം നിർബന്ധമായിട്ടും പങ്കെടുക്കണമെന്ന് അവന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ്റെ ആഗ്രഹം സാധിച്ചു. എന്തായാലും പങ്കെടുത്ത 2 ഐറ്റത്തിനും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. ഭരതനാട്യത്തിന് എന്തായാലും A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇതിനും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്തതെന്നാണ് വിശ്വാസം. നല്ല സന്തോഷം തോന്നുന്നു. കൂടുതൽ നല്ല അഭിമാനം തോന്നുന്നുണ്ട് മോനെ പറ്റി. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് ലെവലിൽ അവൻ കഴിഞ്ഞ തവണ ആദ്യമായിട്ടായിരുന്നു മത്സരിക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പം ചെറുപ്പത്തിൽ നൃത്തം പഠിച്ചെങ്കിലും പാതി വഴിയിലിട്ടതായിരുന്നു. ഇനി പഠിക്കുന്നതിൽ സാമ്പത്തിക പ്രശ്നമുള്ളത് കൊണ്ട് പകുതി വഴിയിലിട്ടതാണ്. പിന്നെ കഴിഞ്ഞ തവണ പൊടി തുടച്ചെടുത്ത പോലെയാണ് കഴിഞ്ഞ വർഷം ഇവിടം വരെ എത്തിയത്. സന്തോഷം, അഭിമാനം തോന്നുന്നു മോനെക്കുറിച്ച്. എന്തായാലും സ്കൂൾ ലൈഫ് ഇവിടം കൊണ്ടില്ലെങ്കിൽ സ്കൂൾ വേദികൾ ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന് വിചാരിച്ച് ഒരിക്കലും അവസരങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നല്ല നല്ല അവസരങ്ങളിലേക്കും വേദികളിലേക്കും എത്തിപ്പെടാനുള്ള ഒരു ഭാഗ്യം ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.